ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇന്നും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും എല്ലാം ദൈവത്തോട് നന്ദി പറയുന്നു. അതേ പറയാനൊക്കത്തുള്ളൂ കേട്ടോ. എല്ലാവരും മിക്ക ആൾക്കാരും പറഞ്ഞ് ചേച്ചിയുടെ സ്മൈലി ഫേസ് കണ്ടതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്, അതിലുപരി എനിക്കും സന്തോഷമുണ്ട്. ഇപ്പം അവിടെ സംസാരിക്കുന്നുണ്ട്, അതാ ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ശരിയാ, ഇന്നലെ ഒരു കമൻ്റ് എനിക്ക് വന്ന്, സന്തോഷം നമ്മൾ കണ്ടെത്തണം, സങ്കടം മറ്റുള്ളവർ കണ്ടെത്തി തന്നോളും. അത് ശരിയാ. നമ്മളുടെ ഈ സിറ്റുവേഷനിലും ഓരോരുത്തർ നമ്മളോട് സ്നേഹം ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മളെ വന്ന് കുത്തുന്നവരും ഉണ്ട്. ചിലർക്ക് മറ്റുള്ളവരെ ഒന്ന് കുത്തുന്നത് ഭയങ്കര സന്തോഷം, അവർക്ക് എന്താ സംതൃപ്തിയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ പറഞ്ഞ കമൻറ്റ് സത്യമല്ലേ. സന്തോഷം നമ്മൾ കണ്ടെത്തുക, സങ്കടം മറ്റുള്ളവർ കൊണ്ടുത്തരും. അത് നല്ലൊരു കമൻ്റായിരുന്നു. പിന്നെന്താ, പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, കുഴപ്പമില്ലാതൊക്കെ. എന്നാലും വിചാരിച്ചൊക്കെ അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ 2 ആൻറ്റിമാരുണ്ട്. ഒരാൻറ്റി ഒരു ഡോക്ടറുടെ വൈഫാണ്, ഒരാൻറ്റി മിസ്ട്രസ് ആയിരുന്നു. അപ്പം അവർ രണ്ടിൻ്റെ ആ മോളെ വിളി കേൾക്കുമ്പം എനിക്ക് അമ്മ എന്നെ വിളിക്കുന്ന പോലെ എനിക്കങ്ങ് തോന്നും. ഞാനത് പറയുകയും ചെയ്ത്. പലരും പറഞ്ഞ് 2 ആഴ്ചത്തേക്കിനേലും പോയിട്ട് വന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുന്നുണ്ട്. നമുക്ക് ഉതകുന്നത് പോലെ എങ്ങാണോ ആണെങ്കിൽ ഇപ്പം 3-4 പേര് പോകുന്നതിന് കുറേ ആവത്തില്ലേ, അതനുസരിച്ചൊന്ന് നോക്കട്ടെ. 2 ആഴ്ചയെങ്കിലും ഒന്ന് പോയിട്ട് വരാം. കൈവെള്ള ചൊറിയുന്നു. പണ്ട് പറയും കൈവെള്ള ചൊറിയുന്ന പൈസ കിട്ടാനാ. പിന്നെന്താ, പിന്നൊന്നുമില്ല. ഇന്ന് ഒരു ചെറിയ വീഡിയോയാ എടുത്തേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇടുന്നുണ്ട്, ലെങ്ത് തീരെ കുറവാണ്. അപ്പം എന്നാലും യൂട്യൂബിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ 2 ദിവസം വീഡിയോ ഇടാതിരുന്നാൽ നോട്ടിഫിക്കേഷൻ മിക്ക ആൾക്കാർക്ക് കിട്ടുന്നവർക്ക് തന്നെ കിട്ടാതിരിക്കും. അതുകൊണ്ടാണ് വയ്യെങ്കിലും അങ്ങ് എന്തെങ്കിലും ഇച്ചിരി എടുത്ത് ഇടുന്നത്. ഇപ്പം മോണിറ്റൈസേഷൻ ആയ ഇത് പിന്നെ നമ്മൾ എത്രത്തോളം ഒന്ന് അത് കൊണ്ടുപോയാൽ പറ്റും, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുക. ഇന്നലെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ആൻറ്റി ഉണ്ട്, USA-ലാണ്. ആൻറ്റി ഇടയ്ക്കൊരു 4-5 മാസം കൂടുമ്പോഴൊക്കെ എറണാകുളത്ത് ഇവിടെ വരും. അപ്പം ഒരു 2-3 വർഷം കൊണ്ട് ഇപ്പോൾ ആൻറ്റി എൻ്റെ കയ്യിൽ നിന്നായി. അന്നേരം വരുമ്പോൾ അച്ചാർ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം നമ്മൾ ഈ കിടന്നിട്ടേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വാഷ്റൂമിലൊക്കെ പോകാൻ എണ്ണിക്കുമ്പം ഒന്ന് മൊബൈൽ നോക്കും, മെസ്സേജ് ഉണ്ടോ എന്തുവാന്നൊക്കെ. ഒരു 4 മണിക്ക് എണീറ്റുണ്ടേ ഈ ആൻറ്റിയുടെ മെസ്സേജ് കിടക്കുന്നത്. അപ്പം ഞാൻ ഇയർഫോൺ ഇട്ട് കേട്ടു. പിന്നെ എനിക്ക് വോയിസ് മെസ്സേജ് കൊടുക്കാൻ ഇവരിവിടെ കിടന്ന് ഉറങ്ങുമല്ലേ, അവരുണരുമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ടൈപ്പ് ചെയ്തിട്ട്, ആൻറ്റി ഇങ്ങനെ പറയുമ്പോൾ വിഷമിക്കേണ്ട ആൻറ്റി, ഇന്നലെ കണ്ടത് വീഡിയോ, വിഷമിക്കേണ്ട, ABC ജ്യൂസ് ഉണ്ടാക്കി കുടി. പിന്നെ ഒരു സൈസ് ഫ്രൂട്ടുണ്ട്, അത് ഇവിടെ ഈ വീട്ടിലും ആർക്കും ഇഷ്ടമല്ല. അതിനെതിരെ മധുരമുള്ള എന്തോ മിലന്നോ അങ്ങനെങ്ങാണ്ടൊരു ഫ്രൂട്ടാണ്. പിന്നെ നമ്മുടെ മത്തങ്ങയുടെ കൂട്ടിരിക്കും അതിൻ്റെ അകമൊക്കെ. അതങ്ങനെ വലിയ വിലയൊന്നുമില്ല. അതിൻ്റെ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കാൻ കഴിക്കണം. പിന്നെ ABC ജ്യൂസ് ഉണ്ടാക്കി കുടിയെന്ന് പറഞ്ഞ്. അപ്പോൾ ആൻറ്റി പറഞ്ഞ് മിടുക്കിയായിട്ട് വാ, എനിക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കി തരണം. അപ്പോൾ ഇങ്ങനെ പലരുടെയും മെസ്സേജുകളൊക്കെ കേൾക്കുമ്പം നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരല്ലേ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തത്. ചൂട് സഹിക്കാൻ വയ്യ പൊന്നോ. ഓക്കെ, രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ഇത്തിരി മീനുണ്ടായിരുന്നു, അതെടുത്തൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഐസൊന്ന് പോകാനേ. എന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി അവിടെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം മീൻ വെട്ടാമെന്നും പറഞ്ഞ്
അപ്പോഴത്തേക്കിങ്ങനെ അരിയൊക്കെ ഇട്ട് അടപ്പത്ത് നമ്മൾ ചോറിന് വേണ്ടി അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള ജോലികളൊക്കെ വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാത്രങ്ങൾ കഴുകാനായിട്ട് എടുത്തത്. അപ്പം അന്ന് ആ ഇരുമ്പുളി അച്ചാർ ഇട്ടതുകൊണ്ട് പ്രൈസമ്മോന ആ അച്ചാർ കൂടുതലും അവനാണ് ഇഷ്ടം. അല്ലെങ്കിൽ അവന് ഈ മാങ്ങ നെല്ലിക്ക അങ്ങനെ ഇട്ടതൊന്നും നോൺ വെജ് ഇഷ്ടമാണ്, അതൊന്നും അത്ര താല്പര്യമില്ല. നാരങ്ങ അതൊക്കെ പുളിയെന്ന് പറയും. ഇതിനും പുളിയുണ്ട്, പക്ഷേ എന്തോ ഇവനിത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ചപ്പാത്തിക്ക് കൂടെ ഇത് കൂട്ടി കഴിക്കും. അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മീൻ ഇത്തിരി ഉണ്ടായിരുന്നെന്ന്, അയലയാണ് കിട്ടിയത്. അതൊന്ന് ക്ലീൻ ചെയ്തൊന്ന് കറി വയ്ക്കാമെന്ന് വെച്ച്. സത്യമായി ചിന്തിക്കും രാത്രി വല്ലതും അങ്ങ് പിറ്റേ ദിവസത്തെ രാത്രി ഉണ്ടാക്കി വയ്ക്കാമെന്ന്. കാരണം ഉച്ചയ്ക്ക് അതുപോലുള്ള ചൂടാണ്, നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം ഞാനിപ്പം മീനെല്ലാം വെട്ടിയെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വഴറ്റിയതിന് ശേഷം മസാല ഒന്ന് മൂപ്പിച്ച് മുളക് പൊടിയൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ചിട്ട് പുളിയും പുളിവെള്ളവും ചേർത്ത് ഇത്തിരി ഒന്ന് അരപ്പിനി ഒന്ന് തിളയ്ക്കട്ടെ. 2 ദിവസത്തിന് മുമ്പിട്ട് കണ്ടില്ലേ ദുബായിലൊക്കെ ഭയങ്കര മഴയായി, എയർപോർട്ട് വരെ ക്യാൻസൽ. കാരണം ഞങ്ങളുടെ അപ്പച്ചൻ്റെ, ഞാൻ പറഞ്ഞില്ല ഡാഡിയുടെ ബ്രദർ മരിച്ചില്ലേ, അപ്പോൾ ആ അപ്പച്ചൻ്റെ മോൻ ദുബായിലായിരുന്നു. അവരുടെ ടിക്കറ്റ് എടുത്തായിരുന്നു, പിറ്റേ ദിവസം അവർ പോവുമായിരുന്നു, ക്യാൻസലായി ഈ മഴ കാരണം. പിന്നെ അവർ നാട്ടിലോട്ട് പോയി, നാട്ടിൽ വൈഫിൻ്റെ വീടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൈസമ്മോൻ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സൊസൈറ്റിയിൽ പിന്നെ പ്ലാവുണ്ടല്ലേ, അപ്പോൾ ചക്ക അതിൻ്റെ അകത്തുണ്ട്, കുഞ്ഞു ചക്കയാണ്. അപ്പോൾ അവൻ പറയാം മമ്മി കപ്പ വാങ്ങിയിരുന്നു മമ്മി, കപ്പ അവനിഷ്ടമാണല്ലേ. ഞാൻ പറഞ്ഞു മക്കളെ ഇപ്പം കുറച്ച് നാൾ കഴിയട്ടെ കപ്പ, കാരണം കപ്പ വേവിച്ചാൽ ഞാൻ കഴിക്കും, പക്ഷേ ഇപ്പം എനിക്ക് അതൊന്ന് അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ തോന്നി. കാരണം ഇങ്ങനെ കുറച്ച് നാൾ കഴിയട്ടെ നീന്തിച്ച്. പക്ഷേ എൻ്റെ മനസ്സിലങ്ങ് വിഷമം, അവനത് വാവിട്ട് ചോദിച്ചില്ലേ എന്നുള്ള ഒരിത്. വെച്ച് കൊടുക്കാം അവർക്ക്, പക്ഷേ എത്രയ്ക്കാന്നേരം നമ്മളതിൽ നിന്ന് കഴിക്കുമായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ്, അമ്മയുടെ അസുഖമൊക്കെ ഇച്ചിരി ഒന്ന് കുറയട്ടെ, എന്നിട്ട് അമ്മ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചക്ക ഒത്തിരി വിളഞ്ഞിട്ടില്ല, കൊത്തൻ ചക്കയായിട്ട് കിടക്കുക. കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് ഒരെണ്ണം വീണ്, അത് ഞങ്ങൾ കണ്ടില്ല. എന്നിട്ട് ഗ്രൂപ്പിൽ കൊണ്ടുപോയവരത് പീസാക്കി വെച്ചിട്ട് ഇന്ന ഫ്ലോറിൽ ഇന്ന റൂമിൽ ഒരു ചക്ക വീണായിരുന്നു, വേണ്ടിയവർക്ക് വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ചെറിയ പീസാക്കിയിട്ടേ. അതിലെ എന്താ കൊത്തൻ ചക്ക എന്നൊക്കെ ഇടിച്ചക്ക അങ്ങനെയുള്ള എന്തെങ്കിലും കൂട്ടാൻ വേവിക്കാനും നോക്കത്തില്ല. അങ്ങനെ ഇവിടങ്ങളിലുള്ളവരൊക്കെ ഇറച്ചിക്കറി പോലൊക്കെ വെക്കും, അങ്ങനെ കാണാൻ വെക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ മത്തങ്ങയും ചെറുപയറും ഇട്ടൊരു കറി വെക്കാമെന്ന് വെച്ച്. മീൻകറി വെക്കുമ്പം ഈ 2 കോമ്പിനേഷൻ മോനൊക്കെ ഇഷ്ടം, കൊച്ചുമോനും ഈ കറി ഇഷ്ടം. അപ്പോൾ അവന്മാരവിടെ നിന്ന് കളിക്കുക. Skip card, okay? Skip card. Plus 4 color changes to yellow. Sorry, blue. ഇല്ല മണ്ണയിലേക്ക് പോയി. അവിടെ പഠിത്തത്തിൽ ഏതാണ്ട് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ബ്ലൂ. സ്കൂൾ നടന്നുകൊണ്ടിരിക്കുക, അനുവും ബിനുവും പഠിപ്പിക്കുമല്ലേ. ഇല്ല She is also teaching. तेरे पास ब्लैक कार्ड है ना? तेरे पास रेड है कि रेड है? Also तो अलग ग्रीन है? ये देखा क्या चीटिंग करता है? नो. तेरे पास अभी कौन सा कलर है? हम यहाँ एडिट कर लिया. दिखा? हैं? चीटर. चल. ओके.
പിടിച്ചതൊക്കെയാണ്. Hi. എങ്ങനെയുണ്ട് ബനിയൻ? കമന്റ്സിലിട് 1 to 10. ബൈ. പോൾ അവിടെ ഇരുന്ന് അവൻ്റെ ഹോംവർക്ക് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ കാർഡും കൊണ്ട് പോയി കളിക്കാൻ പോയതാണ്. ഇങ്ങനെ കളിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുത്തൻ തോക്കുവാണെങ്കിൽ ഒരുത്തൻ ഇരുന്ന് നിന്ന് ചിടായിച്ചാൽ മതി. അപ്പോഴത്തേക്കിന് കാർഡും എടുത്തിട്ടിട്ട് കൊച്ചവൻ ഓടും. അങ്ങനെ ഇന്ന് കുറച്ച് നേരം നല്ല മൂഡിലിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പോയി കുളിച്ചിട്ട് വന്ന് തലയൊക്കെ ചീവി ഞാൻ പറഞ്ഞു ഇപ്പം ചൂടല്ലേ അതുകൊണ്ട് ഹാഫ് ബനിയൻ എടുത്തിട്. അങ്ങനെ ഇട്ടിട്ട് അതാ എന്നോട് ചോദിച്ചത് എങ്ങനെയുണ്ട് എൻ്റെ ബനിയൻ, കമൻറ്റിലിടണേ 10ൽ എത്ര മാർക്കുണ്ടെന്ന്. അങ്ങനെ പോയിട്ടുണ്ട്. ഭയങ്കര ചൂടല്ലേ. അയ്യോ ഉച്ചയ്ക്ക് പൈപ്പിൽ വെള്ളത്തിൽ കുളിക്കാനും പറ്റത്തില്ല. തിളച്ചത് വെള്ളം നമ്മൾ എടുത്തൊഴിക്കുന്ന പോലെ. ഞാൻ ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകത്തില്ലേ. എനിക്ക് ഒന്നാമതെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഇഷ്ടമല്ല. പച്ചവെള്ളത്തിലേ ഞാൻ എപ്പോഴും കുളിക്കത്തുള്ളൂ. അപ്പം ദേഹത്തൊഴിക്കുന്നതിന് പൊള്ളുന്ന ചൂട്. എന്നിട്ട് ബോറിങ് വെള്ളമുണ്ട്, അല്ലാത്ത വെള്ളമുണ്ട് വാഷ്റൂമിൽ. പിന്നെ ഞാൻ ഗതി കെട്ട് ബോറിങ് വെള്ളത്തിലാണ് കുളിച്ചിട്ട് വന്നത്. അതിൽ അത്രയും തണുപ്പില്ലല്ലേ. ഇതിപ്പോൾ മേളിൽ ടെറസിൽ ഈ ടാങ്ക് വെയിൽ കൊണ്ട് വെള്ളം ചൂടായിട്ട് കിടക്കുമല്ലേ. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച വെള്ളം എന്ന് വെച്ചാൽ തിളച്ച വെള്ളമാണ്. അതിന് ഒരു 12 മണി കഴിഞ്ഞാൽ പിന്നെ. അപ്പം ഞാൻ മത്തങ്ങ ഒന്ന് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട്, വെന്ത് അരപ്പൊക്കെ ചേർത്ത്. അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ കടുക് വറക്കാമെന്ന് വെച്ച്. അപ്പോൾ കടുക് വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു കുറച്ച് അരമുറിയുടെ പകുതിയൊക്കെ തേങ്ങ ഒരു കുറേയും കൂടെ ചേർത്ത് നമ്മൾ ഇത് വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. തേങ്ങ വറുത്തിടുന്നതാണ് നമ്മൾ ഈ മത്തങ്ങ എരിശ്ശേരി എന്ന് പറയും. ചിലർ ഇത്രയും അങ്ങ് വേവിക്കത്തില്ല. ഞാൻ പക്ഷേ അത്രയും വേവിക്കും കേട്ടോ. ഈ പിള്ളേർക്ക് പീസ് ഇഷ്ടമല്ലല്ലേ. എനിക്കല്ലാതെ ഇങ്ങനെ ഒത്തിരി ഉടയാതെ ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന എരിശ്ശേരി നമുക്കൊക്കെ കഴിക്കാൻ പറ്റും. നമുക്കൊക്കെ കുഴപ്പമില്ല. ഈ പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല. അവർക്ക് ഇച്ചിരി ചാറായിട്ട് വേണം. അപ്പം ഞാൻ ഇത്രയും തേങ്ങ എടുത്തുള്ളൂ. അതുകൂടെ ഒന്ന് വറുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ എരിശ്ശേരിക്കകത്തോട്ട് ചേർക്കാം. നെയ്യൊക്കെ തീർന്നു. ഇപ്പം ഞാൻ ഈ പാട എടുത്ത് വെക്കാറില്ല. ചിലപ്പോഴേ കാച്ചി എടുത്ത് വെക്കൂ. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന നെയ്യായിരുന്നു കൂടുതലും. വെളിയിൽ നിന്ന് അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല. അങ്ങനെ വാങ്ങിക്കാറില്ലെന്നല്ല, ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കും. ഇത്രയും നാളും പിന്നെ വീട്ടിലുള്ളത് കൊണ്ട് വീട്ടിൽ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ കടുകൊക്കെ വറുത്ത് ചേർത്തു. അപ്പം ഉച്ചക്കത്തേക്ക് എല്ലാം റെഡിയായി. പരിപ്പ് കറി, മീൻ കറി, പിന്നെ ഇച്ചിരി പയർ തോരനും ഉണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you. Take care. Bye-bye. See you.